അജിത തിലകൻ. ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നത്. ഞാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് കൃപാസനത്തെ പറ്റി യാതൊരു വിധത്തിലും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതേപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ട് അതിൽ നിന്ന് ഞാൻ അടിച്ചു നോക്കി ഇത് എവിടെയാണ് കൃപാസനം എവിടെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കൃപാസനം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലവൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കലവൂരെന്ന് കണ്ട് പെട്ടെന്ന് എൻ്റെ നാട് തന്നെയാണ്. ഞാൻ മണഞ്ചേരിയിലാണ് എൻ്റെ വീട്, ഞാൻ ചെന്നൈയിലാണ് സെറ്റിൽഡ്. കണ്ടത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അച്ഛൻ്റെ ടോക്ക് കേട്ടത് എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് ഓടി വരണം, ഈ പുണ്യഭൂമിയിൽ ഓടി വരണം, നമ്മൾ അറിയാതെ പോയല്ലോ എന്ന് ഓർത്തുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ പോകണം, അമ്മ പോയി അമ്മയടുത്ത് പുണ്യഭൂമിയിലൊന്ന് പോയിട്ട് വാ, ഏതോ അതൊന്ന് അറിയണോ, എനിക്കൊന്ന് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ പോയി, അമ്മ വന്നു. അമ്മയ്ക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഹിന്ദുവാണ്, ഒന്നും അറിഞ്ഞുകൂടാ പ്രാർത്ഥനയെപ്പറ്റി. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത്, അവിടെ തന്നെ ചെന്നൈയിൽ തന്നെ ചർച്ചിൽ പോകും, കുർബാന കൂടി എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ, അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ എന്നാലും എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ പാടില്ല. ഞാൻ വന്നു ഒക്ടോബർ 10 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യത എന്ന് വെച്ചാൽ 2013 ഞാൻ ലോൺ എടുത്ത്, കാർഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 6 ലക്ഷത്തിന് ലോൺ എടുത്ത് 12 ലക്ഷമായി. പലിശ മൊത്തം പെരുകി 12 ലക്ഷം കൊറോണ വന്ന് എനിക്ക് കെട്ടാൻ പറ്റിയത്. അതിന് മുന്നേറ്റ് 4 ലക്ഷം രൂപ ഞാൻ കെട്ടി, മുതലും പലിശയായിട്ട് 4 ലക്ഷം കെട്ടിയതിന് ശേഷമാണ് 12 ലക്ഷം രൂപ എനിക്ക് അവർ പലിശയും മുതലും കൂടി ഈടാക്കിയത്. ഉടനെ തന്നെ ഞാൻ ജപ്തി ചെയ്യും. 3 പ്രാവശ്യം എനിക്ക് ജപ്തി നോട്ടീസ് വന്നു. ഓരോ ജപ്തി നോട്ടീസ് വരുമ്പോൾ ഫൈനാൻസുകാരെ പോയി കണ്ട് 50,000 1 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇങ്ങനെ ഫൈനാൻസ് കൊണ്ടുവന്ന് ബാങ്കിൽ കെട്ടപ്പെടുത്തില്ല. മാതാവിനെ ഞാൻ വിളിക്കണം, മാതാവ് ഞാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ബാങ്കിൽ ബാങ്കുമായിട്ട് യാതൊരു ഇതും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഇതിൻ്റെ കാശ് വല്ല ക്രമക്കേട് കാണിക്കണുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. ആകെ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച് മരിക്കാൻ കൂടെ തയ്യാറായി ഞാൻ എല്ലാത്തിനും. ലാസ്റ്റ് എൻ്റെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അമ്മ, കൃപാസന അമ്മ. ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഉപ്പ് തന്നു, ഉപ്പ് തൈലമെല്ലാം ഉപ്പ് കൊണ്ടുപോയി ഞാൻ 2 പ്രാവശ്യം ബാങ്കിൻ്റെ വാതുക്കൽ വെതറിയിട്ട് പറഞ്ഞ്, നീ തന്നെ മാതാവേ, നീ തന്നെ ക്യാഷ്യർ, നീ തന്നെ സെക്രട്ടറി, എല്ലാം നീ തന്നെ ആയിക്കൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എല്ലാം കെട്ടി ഈ ഓരോ പ്രാവശ്യം നമുക്ക് നോട്ടീസ് അയക്കുമ്പോഴത്തേന് ഞാൻ 50,000 രൂപ 1 ലക്ഷം രൂപ കെട്ടുമ്പോഴത്തേന് എന്താ പറയണത്, ദൈവമേ ഇനി എത്ര രൂപ വരാൻ പോണത്, എത്ര ലക്ഷം ക്രമക്കേട് കാണിക്കാൻ പോകണം, ഒന്നും അറിഞ്ഞുകൂടാ, എന്തോ ചെയ്യണം, ഒന്നും പറ്റത്തില്ല. കൊറോണ വന്ന് മൊത്തം കാശും അങ്ങനെയായി. ലാസ്റ്റ് അവരവിടെ ചെന്നതിന് ശേഷം അദാലത്തിന് വിളിച്ച് മൊത്തം കാശ് കെട്ടാൻ പറഞ്ഞു. കെട്ടാൻ പറ്റാതെയായി. കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ കെട്ടിയിട്ട് വന്ന് അവിടുന്ന് തിരിച്ച് വിളിച്ച് 1,97,000 രൂപ നിങ്ങൾ കെട്ടണമെന്ന് പറഞ്ഞ്. ബാങ്കിലുണ്ടത് 5,60,000 രൂപ കണക്ക് പറഞ്ഞ് അതിൽ 1,97,000 രൂപ നിങ്ങൾ കെട്ടി 22,000 രൂപ കാശ് കൊല്ലുകൊണ്ടോടെ കെട്ടി തീർത്തിട്ട് നിങ്ങൾ പ്രമാണം എടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ കൊണ്ട് കെട്ടി. ഞാൻ ആരോടും പറഞ്ഞു, കടം പിടി ആരോടും പറഞ്ഞു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ സ്വന്തം ബന്ധം എല്ലാം എന്നെ അകറ്റി നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം ഒന്നുമില്ല, വീടും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ആരെങ്കിലും അടുപ്പിക്കത്തില്ല. കടം കയറി കടത്തിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും നിന്ന് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നേ ഞാൻ ഓർത്തില്ല. എൻ്റെ അമ്മയടുത്ത് വന്നതിന് ശേഷം ഞാൻ രക്ഷപ്പെടും. നന്ദി, ഒത്തിരി നന്ദി എൻ്റെ അമ്മയ്ക്ക്. ഞാൻ ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ വീടും ഇത്. അതുപോലെ തന്നെ വഴി തടസ്സം ഈ വീട്ടിലോട്ട് വരാനായിട്ട് വഴി തടസ്സം ഉണ്ടായിരുന്നു. ഒരാളെ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നാൽ ഷോൾഡർ ഇടിക്കുക, അതുപോലുള്ള വഴിയാണ് അവർ തന്നത്. വഴിയിൽ 6 വർഷം കൊണ്ടുള്ള വഴിയില്ലാത്തതാണ്. അങ്ങനെ ഇപ്പോൾ 2 മീറ്റർ വഴി അവർ തന്നിരിക്കുന്നത്. പിന്നെ 3 വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ എൻ്റെ അമ്മേനെയും അച്ഛനെയും തിരക്കത്തില്ലായിരുന്നു. 2 വർഷം കൊണ്ട് തിരക്കത്തും ഇല്ലായിരുന്നു, കൊടുക്കത്തും ഇല്ലായിരുന്നു. ഒന്ന് ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ, ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. കൊടുക്കത്തുമില്ല, തിരക്കത്തുമില്ല. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ അവന് മനസ്സ് തോന്നിക്കണേ, അമ്മ ഒരു മകനെ പെറ്റില്ലേ, അതുപോലെ തന്നെയല്ലേ അവരും പെറ്റത്, അവരെ തിരക്കുകയോ എടുക്കുകയും ചെയ്യാൻ എനിക്കൊന്നും തരണ്ട, എനിക്കൊന്നും വേണ്ട, അമ്മേനെ അച്ഛനെ മാത്രം തിരക്കാൻ മതി. ഞാൻ ഇത്രയും ദൂരം കിടക്കുന്ന, എനിക്ക് ഓടി വരാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു അസുഖമായി കഴിഞ്ഞാലും ഓടി വരാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഈ ഫോണിൽ കൂടി സംസാരിക്കാനോ എടുക്കാനേ പറ്റുള്ളൂ. എന്നാൽ അമ്മ തന്നെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കൊടുക്കണം. കാരണം അവൻ വരാൻ തുടങ്ങി, അമ്മേനെ അച്ഛനെ അന്വേഷിക്കാൻ തുടങ്ങി. അതിലെനിക്ക് ഒത്തിരി നന്ദി അമ്മയടുത്തും തിരുകുമാരൻ്റെ അടുത്തും. പിന്നെ 3 വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവട പുരോഗമനം ഞാൻ സാക്ഷ്യത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. കച്ചവട പുരോഗമനം എനിക്ക് നല്ല വഴി കാണിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അമ്മയടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഞാൻ പോകുന്നത്. അവന് മുമ്പിൽ വഴികളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. എല്ലാം അസ്തമിച്ചു. ഇനി മുമ്പോട്ട് എന്ത് ചെയ്യും? 12 ലക്ഷം രൂപ കടക്കാരുടെ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് 3 പ്രാവശ്യം ജപ്തി നോട്ടീസ് വന്നു. ഇനി അവരവിടെ വന്ന് കുറ്റിയടിക്കുമെന്ന് ആണ് സിസ്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ളപ്പോൾ ആത്മഹത്യ ചെയ്താലോ? ഇനി വേറെ ഒരു മാർഗമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് യൂട്യൂബിലൂടെ
പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഈ കൃപാസനത്തെക്കുറിച്ച് ഈ മകൾ അറിയുന്നത്. അങ്ങനെ ഇവിടെ തൻ്റെ സ്വന്തം അമ്മയോട് തന്നെ പറയുന്നു ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും. പിന്നീട് ഈ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നാണ് നാം അറിഞ്ഞത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പിന്നീട് ബാങ്കിൽ ചെല്ലുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആദ്യം അവരതിനൊന്നും സമ്മതിച്ചില്ല എന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളിത് മൊത്തം പേ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് വേറൊരു സ്ഥലത്ത് കൊടുക്കുക, വീണ്ടും കടം. അങ്ങനെ വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് 5 ലക്ഷം രൂപയിൽ കൂടുതൽ അത് ഇവരിവിടെ പറഞ്ഞു എത്രയാണെന്ന്. അപ്പോൾ അത്രയും എമൗണ്ട് അടച്ചു തീർത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവിടെ പോയി വെഞ്ചരിച്ച ഉപ്പ് വിതറി ഈ മകള് ബാങ്കിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് എല്ലാം നടന്നത്, അതായത് 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ കൊടുക്കേണ്ടത് പിന്നെ 1 ലക്ഷത്തിന് 1 ലക്ഷവും കുറച്ചുകൂടി പൈസ കൊടുത്ത് എത്രയാണ് കൊടുക്കേണ്ടി വന്നത്? 1,97,000 രൂപ കൊടുത്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണം തിരിച്ചെടുക്കാം, നിങ്ങൾക്കതുമായിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ വലിയ ഒരു ഇളവ് തന്നെയാണ് ഇവർക്ക് പൈസയിൽ തന്നെ കിട്ടുന്നത്. അങ്ങനെ ഈ മകൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് 10 വർഷത്തോളമായി തൻ്റെ പ്രമാണം ബാങ്കിലായിരുന്നു, അത് തിരിച്ചെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരു വഴിയില്ല, 6 വർഷമായിട്ട് വഴിയില്ല. വഴി ഇവർ ചോദിച്ചപ്പോൾ കൊടുക്കില്ല എന്നാണ് പറഞ്ഞതെന്നാണ് സിസ്റ്റിനോട് പറഞ്ഞത്. അങ്ങനെ അയൽപക്കത്തെ വീട്ടുകാർ കൊടുക്കില്ല എന്ന് പറഞ്ഞത് അവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നു. 6 വർഷം കൊണ്ട് കിട്ടാതിരുന്നത് 3 മാസത്തിനുള്ളിൽ കിട്ടി എന്നാണ് നാം കേട്ടത്. പിന്നീട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ നമ്മോട് പറഞ്ഞു. സഹോദരൻ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ചുമതലയൊക്കെ പിന്നീട് എത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ ഇവർക്ക് കിട്ടുന്ന ഓരോ കൃപകളും അത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഇവിടെ നിന്ന് ഈ മകള് സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ടാണ് വഴി അടഞ്ഞവരുടെ ജീവിതത്തിൽ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്ന് പറയുന്നത്. പല ജീവിതത്തിലും വഴി അടഞ്ഞ് നാം ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയില്ല, ആര് നമ്മെ സഹായിക്കണമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഒന്ന് മാത്രമുണ്ട്, ഉടമ്പടി എടുത്താൽ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ സ്വർഗീയ അമ്മ, ഈശോയുടെ അമ്മ നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് വേണ്ടി ഈശോയോട് കാര്യങ്ങൾ പറയും, നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നമുക്കതിൽ ഉറച്ച് വിശ്വസിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.